ആറ്റുകാൽ ഭഗവതിക്ക് തിരുമുന്നിൽ ഇന്ന് അഭൂതപൂർവമായ തിരക്കാണ്. സാധാരണ ഉത്സവ നാളുകൾ വന്നാലും ഉത്സവത്തിൻ്റെ ഒരു 6-7 ദിവസം കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഭഗവതിയുടെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ തിരക്കാണ്. അതിൽ പ്രത്യേകിച്ചും മാലപ്പുറം പാട്ട് പാടിക്കഴിയുന്ന ദിവസം ഭഗവതിയെ കാണാനായിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. തിരക്ക് നോക്കുക, എത്രയോ പേര്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൂടുതലായി ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് തന്നെ. അപ്പോൾ തൊട്ടേ ഇങ്ങനെ തന്നെയാണ്, ഇതിങ്ങനെ നിരന്തരം ഭക്തർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊരു ശരിക്കും ഭഗവതി സ്വരൂപത്തെ, ഭഗവതി ഭാവത്തെ നമ്മൾ ഉള്ളറിഞ്ഞ് കാണുമ്പോൾ, ഉള്ളറിഞ്ഞ് ഉണരുമ്പോൾ ഭഗവതി എങ്ങനെയാണ് നമ്മളിലേക്ക് വന്ന് പ്രവർത്തിക്കുന്നത്, ഓരോ ഭക്തരും എത്രത്തോളം ഈ ക്ഷേത്രഭൂമിയിൽ എത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്കിവിടെ കാണാനാകുന്നത്. അപ്പോൾ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞു. വിശേഷ സ്വരൂപിണിയായി ഭഗവതി പ്രസാദാത്മകമായ ഭാവത്തിലിരിക്കുന്നതാണ് ദർശിക്കാനായത്. ഇവിടുത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിൽ ഭഗവതിയുടെ ആ വരവിനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവതി സങ്കല്പത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിൽ നിറയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിതാ ഇവിടെ കാണാം. ഒരു അസുര നിഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഭഗവതി, ആയുധമെടുക്കുന്ന അസുരനെ നിഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ത്രിശൂലത്തെ പ്രയോഗിച്ച് നിൽക്കുന്ന ഭഗവതി. ഭഗവതിയുടെ കയ്യിലൊരു പാത്രമുണ്ട്, അല്ലാതെ മറു കയ്യിലൊരു ത്രിശൂലം പ്രയോഗിക്കാൻ പാകത്തിനുണ്ട്. ഈ കയ്യിലെ ആ സമ്പുട്ടത്തിലേക്ക് അസുര രക്തമാണ് ശേഖരിക്കുന്നതെന്നാണ്. ആ അസുര രക്തത്തെ തന്നെ അമൃതാക്കി മാറ്റുവാൻ ഭഗവതിക്ക് സാധിക്കും. ഇരുവശങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ കാണാം, തനി കേരളീയമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത 2 സ്ത്രീകളാണ് നിൽക്കുന്നത്. ഭഗവതിയോടൊപ്പം വന്ന യോഗിനി ഭാവങ്ങളെയാണ് ഈ 2 സ്ത്രീ സ്വരൂപങ്ങളിൽ വർണ്ണിക്കുന്നത്. പക്ഷേ കേരളക്കരയിലേക്ക് ഭഗവതി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇങ്ങനൊരു പ്രത്യേക വസ്ത്രം വരുമ്പോൾ അറിയുന്നത്. ആയുധങ്ങളോടുകൂടി നിൽക്കുന്ന അസുരൻ, അതിന് മുകളിൽ നിൽക്കുന്ന ഭഗവതി. ഇവിടെ നമുക്ക് നോക്കാം, ഈ ഒരു ഉത്സവത്തിൻ്റെയുള്ള ഒരു പ്രത്യേകമായ കൊടിയടയാളം. അതിൽ 3 ത്രികോണങ്ങൾ മുകളിലേക്ക്, ചുവപ്പ് നിറമുള്ള 3 ത്രികോണങ്ങൾ മുകളിലേക്കും വെളുത്ത നിറം കൊണ്ടുമുള്ള കവാടമാണ് അലങ്കരിച്ചിരിക്കുന്നത്. ധാരാളം പൂക്കൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഈ തിരുനട, ഇത് പ്രധാന നടയാണ്. അതായത് ഭഗവതിയുടെ ദർശനം ലഭിക്കുന്ന വടക്കേ നടയാണ്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവതി ഉള്ളത്. അപ്പോൾ ആ വടക്കോട്ടുള്ള നടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാനാകുന്ന കാഴ്ചകൾ ഇതാണ്. ഏത് ആയുധമെടുത്ത അസുരനാണെങ്കിലും, അത് നമ്മുടെ ഉള്ളിലെ നമ്മളുടെ ദുഷ്ചിന്തകളാണെങ്കിൽ പോലും നിഗ്രഹിക്കുവാൻ ഭഗവതി ഉണ്ട് എന്നറിയാം. ഭഗവതിയുടെ കയ്യിലെ ആയുധം കൊണ്ട് അത് നിഗ്രഹിക്കാൻ മാത്രമല്ല, ആ ശേഖരിക്കപ്പെടുന്ന രക്തം, നിണം, അതിനെ തന്നെ അമൃതാക്കി മാറ്റുവാൻ ഭഗവതിക്കേ കഴിയൂ. ജ്ഞാനത്താൽ നമ്മളിലെ സകല തിന്മകളെയും നന്മയാക്കി മാറ്റുവാൻ, നമ്മളിൽ അമൃതം നിറയ്ക്കാൻ കഴിയുന്ന ഭഗവതി ആറ്റുകാൽ ഭഗവതിയായിട്ട് ഇവിടെ കുടികൊള്ളുകയാണ്. ഇതാണ് കവാടം, പ്രധാന കവാടം. അകത്തേക്ക് അത്രയ്ക്ക് തിരക്കാണ് എന്നുള്ളത്. അതുമാത്രമല്ല, ദർശനത്തിന് ഇവിടേക്ക് നമുക്ക് ഇത് കഴിഞ്ഞാൽ അകത്തേക്ക് ഒരു ഭക്തിപൂർവമായിട്ടുള്ള അന്തരീക്ഷമാണ്, ജപങ്ങളും പ്രാർത്ഥനകളും. പിന്നെ ഇന്ന് രാവിലെ തൊഴാൻ ചെല്ലുമ്പോൾ ഭഗവതിക്ക് നിവേദ്യം കൊടുക്കുന്ന സമയമായതുകൊണ്ട് കുറച്ചു നേരം അവിടെ നിൽക്കാനും നിവേദ്യം കഴിഞ്ഞ് ദർശിക്കുവാനും പ്രസാദം ലഭിക്കുകയും ചെയ്തു. ഇതാ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസാദം നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. ചന്ദനവും കുങ്കുമവുമുണ്ട്, പൂക്കളുമുണ്ട്. ഈ പ്രസാദം സ്വീകരിച്ചുകൊള്ള ഭഗവതി ക്ഷേത്രത്തിലെ പ്രസാദമായിട്ട് തന്നെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഉത്സവകാലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ എത്തിയെന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവതിക്ക് മുന്നിൽ സമർപ്പിച്ചു എന്ന് ഉറപ്പിച്ചു കൊള്ളുക. പൊങ്കാല ദിവസം പൊങ്കാല അർപ്പിക്കുവാനും നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് നേരെ മുന്നിലായിട്ട് പച്ചപ്പന്തലിൽ തോറ്റംപാട്ട്, ഒരു അല്പനേരം മുന്നേ വരെ തോറ്റംപാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അവർ പാടി നിർത്തിയിരിക്കുന്ന ഇടവേള, അകത്ത് പൂജ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടവേളകളിലാണ് പാടുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, പച്ചപ്പന്തൽ കെട്ടി അതിനുള്ളിൽ 3 പേരിരുന്നാണ് തോറ്റംപാട്ട് പാടുക. അതായത് മുടിപ്പുരകളിലെ തോറ്റംപാട്ടുകളിൽ ഇങ്ങനെ 3 പേര് ഇരിക്കണമെന്നുണ്ട്. ഒരാൾ മധ്യത്തിലിരിക്കുന്ന ആളെയാണ് 1-ാം പുറം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ 1-ാം പുറത്തിലെ ആള് ആണ് എല്ലാ പാട്ടുകളും ആദ്യം പാടുക. ഇരുവശത്തും ഇരിക്കുന്ന 2-ാം പുറവും 3-ാം പുറവും അത് ഏറ്റുപാടും. അങ്ങനെയാണ് ഒരു തോറ്റംപാട്ട്, അല്ലെങ്കിൽ തോറ്റിപ്പാടുക, ജയിക്കാനായി പാടുക, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാനായി പാടുക എന്ന് പറയുന്ന തോറ്റംപാട്ട് സംഭവിക്കുന്ന പച്ചപ്പന്തലിൻ്റെ പുരയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു അല്പനേരം മുന്നേ വരെ കുഴിമണി താളം മുഴക്കിക്കൊണ്ട് അവർ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇവിടെ വന്ന് കണ്ടതായി തന്നെ അറിഞ്ഞുകൊണ്ട് ഈ ഭക്തസഹസ്രങ്ങൾക്കൊപ്പം നമ്മളും പ്രാർത്ഥനയോടുകൂടി ഈ തിരുനടയിൽ നിൽക്കുകയാണ്. ആറ്റുകാൽ അമ്മ ഭഗവതി കയ്യിൽ ആയുധങ്ങളോടുകൂടി, എന്നാൽ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയോടുകൂടി നമ്മളോടൊപ്പം ഉണ്ട്. സകല പാപങ്ങളെയും മാറ്റിത്തരുന്ന ഭഗവതിയാണ് നമ്മളോടൊപ്പം ഉള്ളതെന്നറിയാം. ആ ഭഗവതി നൽകുന്ന പ്രസാദത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏത് കൊടിയ വേനലിലും എത്രമാത്രം പരീക്ഷണങ്ങൾ ഉണ്ടായാലും തളർന്നു പോകാതെ നിൽക്കുവാൻ നമ്മളെ കാത്തുരക്ഷിക്കുന്ന അമ്മ വേണ്ടുന്ന ആയുധങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് വേണ്ടുന്ന അമൃതും അമ്മ കയ്യിൽ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. ജീവിതം സുഖകരമായ, ശാന്തിയായിട്ട് ജീവിക്കേണ്ടുന്ന, സ്വസ്ഥമായി ജീവിക്കേണ്ടുന്ന ഒരു അവസരമാണെന്ന് മനസ്സിലാക്കുക. മുന്നോട്ട് പോവുക. ആറ്റുകാൽ ഭഗവതിക്ക് മുന്നിൽ സർവം സമർപ്പിക്കുന്നു.